നവകേരള സദസ്സിന്റെ തുടർച്ചയായിട്ടാണ് പ്രധാനപ്പെട്ട ഈ ജനവിഭാഗങ്ങളെ മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം നടക്കുന്നത്. യുവജനങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ സംവാദം. കവടിയാറിലെ ഉദയ പാലസിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സംവാദം നടക്കും. ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള രസകരമായിട്ടുള്ള ചർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അഖിലേക്ക് എത്തുകയാണ്. അഖിൽ, അപ്പൊ നമ്മൾ ഈ രാവിലെ അരുൺ കോൺടാക്ട് വിളിച്ചു, അരുൺ വന്നു എന്ന് പറഞ്ഞു. ഓക്കെ അരുൺ, വിശദാംശങ്ങൾ ഞാൻ ആദ്യം ചോദിച്ചു, അരുൺ കേട്ടില്ല എന്ന് തോന്നുന്നു. അരുൺ, വിശദാംശങ്ങൾ. എൽദോ, നവകേരള സദസ്സ് വലിയ വിജയമായെന്ന് സർക്കാർ വിലയിരുത്തിയിരുന്നു. നവകേരള സദസ്സിൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിഞ്ഞു. അത് വലിയ ഗുണം ചെയ്തു. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കേന്ദ്ര നീക്കം, എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത പദ്ധതികൾ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നൽകാൻ കഴിയുന്നതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നവകേരള സദസ്സിന് കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് സർക്കാരും ഇടതുമുന്നണിയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തുടർച്ച വേണമെന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയും സർക്കാരും എത്തിച്ചേരുകയായിരുന്നു. അതിന്റെ ഭാഗമാണ് മുഖാമുഖ പരിപാടി. അതായത് സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള, വിവിധ മേഖലകളിലുള്ള, വിവിധ പ്രായവിഭാഗങ്ങളിലുള്ള ജനങ്ങളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവദിക്കും. മുഖ്യമന്ത്രിയാണ് പ്രധാനമായും ഈ സംവാദത്തിൽ പങ്കെടുക്കുക. ഒരു ഉദ്ഘാടനം, ആദ്യ പരിപാടി കഴിഞ്ഞ 18-ന് കോഴിക്കോട് നടന്നിരുന്നു. അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദ്യാർത്ഥി സമൂഹവുമായി സംവദിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ 2ാം ഘട്ട പരിപാടിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. യുവജനങ്ങളുമായാണ് മുഖ്യമന്ത്രി സംവദിക്കാൻ പോകുന്നത്. 2000-ലേറെ യുവാക്കൾ ഈ സംവാദത്തിൽ പങ്കെടുക്കുമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംവാദം 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടാകും. മാർച്ച് 3 വരെ ഇതിന്റെ സംവാദ പരിപാടി, മുഖാമുഖ പരിപാടികൾ ഉണ്ടാകും. മാർച്ച് അവസാന പരിപാടിയിൽ എറണാകുളത്ത് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തുക, സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക. ഇത് ഒരു കൃത്യമായ തുടർച്ചയായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ അവരോട് വീണ്ടും പറയുന്നു. ജനങ്ങളുടെ ഈ കാര്യങ്ങളിൽ സർക്കാരിനുള്ള അഭിപ്രായം, അവരുടെ പുതിയ പദ്ധതികൾ അതൊക്കെ കേൾക്കുക, അവരുടെ ആശയങ്ങളൊക്കെ കേൾക്കുക എന്നുകൂടിയാണ് ഇതിന്റെ ഉദ്ദേശ്യം. അതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു മുഖാമുഖ പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്നത്.